ഇങ്ങനെ 27 നക്ഷത്രക്കാർക്കും ഇങ്ങനെയുള്ള പല കർമ്മങ്ങളുണ്ട്. അത് നമുക്ക് അവരുടെ ജാതകം പരിശോധിച്ച് ആദ്യം 5 കാര്യങ്ങളെ തന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ പരിഹാരം ചെയ്ത് നമ്മുടെ ജീവിതം 65% വരെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. പഞ്ചഭൂത തത്വമായ ഈ ശരീരം, പൃഥ്വി, അപ്പ്, അഗ്നി, വായു, ആകാശം, ഇത് തന്നെയാണ് പ്രപഞ്ചത്തിൻ്റെ ഊർജ്ജങ്ങളെന്ന് പറയുന്നത്, അല്ലേ? അത് തന്നെയാണ് നമ്മുടെ ശരീരവും. അത് തന്നെയാണ് പഞ്ച അംഗങ്ങൾ എന്ന് പറയുന്നത്. പഞ്ചാംഗം, നമ്മുടെ ജ്യോതിഷം നോക്കുന്ന പഞ്ചാംഗം എന്ന് പറയുന്നത് ആഴ്ച, നാള്, പക്കം, കരണം, നിത്യയോഗം, ഇങ്ങനെ 5ഉം കൂടിയതാണ് പഞ്ച അംഗം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഏതെങ്കിലും ഒരു ആഴ്ചയിലായിരിക്കും നമ്മൾ ജനിക്കുന്നത്. ആ ആഴ്ചയുടെ നാഥൻ ആരാന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പം ഞായറാഴ്ചയാണ് ജനിക്കുന്നതെങ്കിൽ സൂര്യനാണ് അതിൻ്റെ നാഥൻ, തിങ്കളാഴ്ചയാണെങ്കിൽ ചന്ദ്രനാണ് അതിൻ്റെ നാഥൻ, ചൊവ്വാഴ്ചയാണെങ്കിൽ ചൊവ്വയാണ് അതിൻ്റെ നാഥൻ, ബുധനാഴ്ചയാണെങ്കിൽ ബുധൻ, വ്യാഴാഴ്ചയാണെങ്കിൽ ഗുരു, വെള്ളിയാഴ്ചയാണെങ്കിൽ ശുക്രൻ, ശനിയാഴ്ചയാണെങ്കിൽ ശനി ഭഗവാൻ എന്ന് പറയുന്ന നക്ഷത്രത്തിനും ഉണ്ടല്ലോ. നക്ഷത്രത്തിനുണ്ട്. ഇപ്പം അശ്വതി നക്ഷത്രത്തിൽ പിറക്കുന്ന ഒരു കുട്ടി, അപ്പോൾ അശ്വതി, മകം, മൂലം, ഇതൊക്കെയും കേതുവിൻ്റെ നക്ഷത്രമാണ്. അപ്പോൾ കേതു കുജന് സമം, അതിന് ചൊവ്വാഴ്ച അതിന് ബന്ധമാണ്. ഭരണിയാണെന്നുണ്ടെങ്കിൽ ഭരണി, പൂരം, പൂരാടം, ശുക്രനാണ് അതിൻ്റെ ഗ്രഹം. അപ്പം ശുക്രന് വെള്ളിയാഴ്ച പ്രാധാന്യം. അപ്പോൾ എന്ന് പറയുന്നത് പോലെ ആഴ്ചയ്ക്ക് ഞായറാഴ്ച ജനിച്ച ഒരാളാണെങ്കിൽ സൂര്യൻ അതിന് ബന്ധമുണ്ട്, ആൾക്ക് ബന്ധമുണ്ട്. ഭരണി നക്ഷത്രത്തിൽ പിറന്ന ഒരാളാണെങ്കിൽ ശുക്രനുമായിട്ട് ബന്ധമുണ്ട്. അപ്പോൾ ഈ ആഴ്ചകളിൽ, ഈ ഹോരകളിൽ അതത് പറഞ്ഞിരിക്കുന്ന ഗ്രഹങ്ങളുടെ ക്ഷേത്രത്തിൽ ദർശനം ചെയ്താൽ ആ ദോഷത്തെ ഒരു പരിധിവരെ പരിഹരിക്കാനായിട്ട് പറ്റും. അതുപോലെ ജാതകം നമുക്ക് പരിശോധിക്കണം. പിന്നെ തിഥിയുടെ ദേവത ഏതാണെന്ന് മനസ്സിലാക്കണം, നിത്യയോഗത്തിൻ്റെ ദേവത ഏതാണെന്ന് മനസ്സിലാക്കണം, കരണത്തിൻ്റെ ദേവത ഏതാണെന്ന് മനസ്സിലാക്കണം. കരണം തെറ്റിയാൽ മരണം എന്ന് പറയും. കരണം എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ആഴ്ചയെക്കാട്ടിലും ഉപരി നക്ഷത്രവും, നക്ഷത്രത്തെക്കാട്ടിലും ബലം തിഥിക്കും, തിഥിയെക്കാട്ടിലും ബലം നിത്യയോഗത്തിനും, നിത്യയോഗത്തെക്കാട്ടിലും ബലം കരണത്തിനുമാണ്. ഈ കരണത്തെ ആക്ടിവേറ്റ് ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ ഉറപ്പായിട്ട് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അത് ഓരോ കർമ്മത്തെ അടിസ്ഥാനം, നമ്മൾ മുജ്ജന്മത്തിൽ ചെയ്ത കർമ്മത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ പഞ്ചതത്വങ്ങൾക്ക് ഓരോരോ ഗ്രഹബന്ധം നിൽക്കുന്നത്. അപ്പോൾ ആ ഗ്രഹത്തിൻ്റെ ഊർജത്തെ നമ്മൾ മാറ്റിക്കൊണ്ടാൽ, ക്ലെൻസ് ചെയ്തുകൊണ്ടാൽ ഉറപ്പായിട്ട് നമുക്ക് മുക്തിയിലേക്ക് പോകാനായിട്ട് പറ്റും. തിഥി കൃത്യമായിട്ട് ചെയ്യും. അപ്പം തിഥി നിശ്ചയിക്കുന്നത് നമ്മുടെ പക്കത്തെ കൊണ്ടാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഈ മലയാള ദിവസമാണോ ഉദ്ദേശിക്കുന്നത്? അതെ അതെ, നവമി തിഥി. നവമി തിഥിക്കാണ് ശ്രീരാമചന്ദ്രൻ ജനിച്ചത്. ശ്രീരാമൻ്റെ തിഥിയാണ് നവമി തിഥി. അപ്പം ആ നവമി തിഥിക്ക് ജനിച്ചിട്ടുണ്ടെങ്കിൽ പിതാവിന് ബലികർമ്മം കൃത്യമായിട്ട് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് വരും. അതായത് ശ്രീരാമചന്ദ്രൻ്റെ അച്ഛൻ ദശരഥ മഹാരാജാവ് മരണപ്പെടുമ്പോൾ ശ്രീരാമചന്ദ്രൻ എവിടെയായിരുന്നു? കാട്ടിലായിരുന്നു. മനസ്സിലായോ? അപ്പോൾ അച്ഛൻ മരണപ്പെടുമ്പോൾ മകന് അടുത്തുണ്ടാവാനായിട്ട് സാധ്യത വരില്ല. അപ്പോൾ പിതൃദോഷം ഉണ്ട് എങ്കിൽ മാത്രമേ, അത് മുന്നോറുകളായിരിക്കുന്ന ആൾക്കാർക്ക് തിഥി തർപ്പണാദി കാര്യങ്ങൾക്ക് പോരായ്മയുണ്ടെങ്കിൽ മാത്രമേ നവമി തിഥിക്ക് ഒരു കുട്ടി വന്ന് ജനിക്കുകയുള്ളൂ, ഉറപ്പ്. അപ്പോൾ എന്താ അവർ ചെയ്യേണ്ടത്? കൃത്യമായി തൻ്റെ മുന്നോറുകൾക്ക്, പൂർവികർക്ക് തിഥി കൊടുത്താൽ, കൃത്യമായിട്ട് അവർക്ക് ബലികർമാദി കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അവർക്ക് മുക്തി കൊടുത്താൽ ഉറപ്പായിട്ട് അവർക്ക് ജീവിതത്തിൽ രക്ഷപ്പെടാനായിട്ട് സാധിക്കും. മനസ്സിലായോ? അങ്ങനെ ഓരോ കാര്യങ്ങളുണ്ട്. കരണം, നിത്യയോഗം, ഇതെല്ലാം ഈ ഗ്രഹങ്ങളുടെ ഒരു ബന്ധമാണ്. ഈ പഞ്ചഭൂതത്വത്തെ പ്രകീർത്തിക്കുന്ന ഗ്രഹസ്വാധീനത്തിലാണ് ഇത് പറയുന്നത്. പൃഥ്വി, അപ്പ്, അഗ്നി, വായു, ആകാശം, ഈ തത്വങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ പഞ്ചതത്വം എന്ന് പറയുന്നത്. മനസ്സിലായി? ഇതിനും മുകളിലാണ് ലഗ്നം. ഇത്രയും കാര്യത്തിൽ പരിഹരിച്ചാൽ നമ്മുടെ 65% പ്രോബ്ലംസ് ആയി. ശേഷമാണ് നമ്മൾ ഗ്രഹനിലയിലേക്ക് കടക്കുന്നത്. അല്ലാതെ നമ്മൾ നേരെ അങ്ങോട്ട് എടുത്ത് വെച്ച് ഗ്രഹനില നോക്കി പറയുന്നതല്ല ജ്യോതിഷം. ആദ്യമേ പരിഹരിക്കേണ്ട കാര്യങ്ങളുണ്ട്. അതിന് ഈ പഞ്ചതത്വങ്ങളെ ആദ്യമേ പരിഹരിക്കണം. പഞ്ചഭൂതാത്മകമായ ഈ ശരീരത്തേലും പഞ്ചഭൂതങ്ങളെയും നമ്മൾ ആദ്യമേ നിവർത്തി ചെയ്യണം, പരിഹരിക്കണം. ശേഷമാണ് നമ്മൾ ലഗ്നഭാവത്തിലേക്ക് കടക്കുന്നത്, ഗ്രഹങ്ങളെപ്പറ്റി നമ്മൾ ചിന്തിക്കുന്നത്.
മനസ്സിലായോ? ഇപ്പോൾ നമ്മുടെ ആക്ട്രസ് നയൻതാര ഒരു ക്ഷേത്രമുണ്ട്, ഞാൻ എവിടെ ഏത് ക്ഷേത്രം അതൊന്നും പറയുന്നില്ല, ഒരു ക്ഷേത്രത്തിൽ അവർ പോകാറുണ്ട്. തമിഴ്നാട്ടിലുള്ളൊരു ക്ഷേത്രമാണ്. ആന അനുഗ്രഹം കൊടുക്കുന്ന ഒരു ക്ഷേത്രമാണത്. ആ ക്ഷേത്രത്തിൽ അവർ പോയതിന് ശേഷമാണ് അവരുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഇപ്പം നമുക്കറിയാം, നമ്മുടെ ലോറൻസ് എന്ന് പറയുന്ന ഡാൻസുകാരൻ, തമിഴ് ഡാൻസർ ലോറൻസ് എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹം പിന്നീട് രാഘവേന്ദ്ര ലോറൻസ് എന്ന് പറഞ്ഞ് അറിയപ്പെടാനായിട്ട് തുടങ്ങി. എന്താണെന്നറിയാമോ കാര്യം? അദ്ദേഹത്തിൻ്റെ നക്ഷത്രം രേവതി നക്ഷത്രമാണ്, ലോറൻസിൻ്റെ നക്ഷത്രം. അദ്ദേഹത്തിൻ്റെ ദൈവാധീന താര നക്ഷത്രത്തെ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് അദ്ദേഹം രാഘവേന്ദ്ര ലോറൻസ് എന്ന് പേരിട്ടത്. അപ്പോൾ രേവതി നക്ഷത്രം മുതൽ എണ്ണുമ്പോൾ രേവതി, അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകയിരം. അപ്പം രാഘവേന്ദ്രൻ എന്ന് പറയുന്ന തമിഴ്നാട്ടിലുള്ള ഒരു ദൈവമാണ് രാഘവേന്ദ്ര മൂർത്തി എന്ന് പറയുന്ന ഒരു ദൈവമാണത്. ആ മൂർത്തി ക്ഷേത്രത്തിൽ പോയി അദ്ദേഹം ദർശനം നടത്തി അദ്ദേഹത്തെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയതിന് ശേഷം വളരെ വ്യത്യാസത്തിലാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം മുന്നിലേക്ക് വന്നത്. അപ്പോൾ ആ ഗ്രഹത്തെയും ആ ഊർജത്തെയും അദ്ദേഹം ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ കൂടെ രാഘവേന്ദ്ര ലോറൻസ് എന്നിട്ടത്. മനസ്സിലായോ? അപ്പോൾ 27 നക്ഷത്രക്കാർക്കും ഓരോരോ ഗ്രഹങ്ങളും നന്മയും ചെയ്യുന്നു, ദോഷവും ചെയ്യുന്നു. ഓരോരോ നക്ഷത്രങ്ങളും നല്ലതും ചെയ്യുന്നു, ദോഷവും ചെയ്യുന്നു. ഇപ്പം നമ്മുടെ നക്ഷത്രത്തിൻ്റെ രണ്ടാമത്തെ നക്ഷത്രം നമ്മുടെ ധനനക്ഷത്രമാണ്. ആ ധനനക്ഷത്രത്തെ നമ്മൾ നന്നായിട്ട് ആക്ടിവേറ്റ് ചെയ്താൽ സാമ്പത്തിക പ്രതിസന്ധിക്ക് പരിഹാരം ഉണ്ടാവും. നമ്മുടെ 27ാമത്തെ നക്ഷത്രം, നമ്മുടെ നക്ഷത്രത്തിന് ഏറ്റവും ബാക്കിൽ നിൽക്കുന്ന നക്ഷത്രം നമ്മുടെ മോക്ഷ നക്ഷത്രമാണ്. ആ മോക്ഷ നക്ഷത്രത്തെ നമ്മൾ ആക്ടിവേറ്റ് ചെയ്താൽ നമ്മുടെ കർമ്മങ്ങൾക്ക് നിവർത്തി ഉണ്ടാകാൻ പറ്റും. അപ്പം നമുക്ക് പറ്റും. ഇപ്പം മുമ്പേ പറഞ്ഞതുപോലെ ധർമ്മം ചെയ്താൽ കർമ്മം പോകും, ദാനധർമ്മങ്ങൾ ചെയ്താൽ നമ്മുടെ കർമ്മത്തിന് മാറ്റം ഉണ്ടാകുമെന്ന് പറയും. അപ്പോൾ ഏത് നക്ഷത്രത്തിലാണ് ചെയ്യേണ്ടത്? നമ്മുടെ മോക്ഷ നക്ഷത്രത്തിൽ നമ്മൾ 27ാം നക്ഷത്രത്തിൽ നമ്മൾ ദാനധർമ്മം ചെയ്താൽ നമ്മുടെ കർമ്മങ്ങൾ നമ്മളിൽ നിന്ന് ഇറങ്ങി. ആ നക്ഷത്രം നമ്മളെ അതിന് സഹായിക്കും, ആ ഊർജ്ജം നമ്മളെ അതിന് സഹായിക്കും. ഏറ്റവും പ്രധാനമാണ് ദൈവാധീനം, അല്ലേ? ദൈവാധീനം ഉണ്ടെങ്കിൽ അല്ലേ നമുക്ക് എന്തെങ്കിലും ദൈവാധീനമാണ്, അല്ലേ? ദൈവാനുകൂല്യ പ്രതികൂലതമ്പ വിചാരകാര്യം പ്രതികൂലതായാം. ദൈവാനുകൂലം വിപരീതമായാൽ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം പ്രതികൂല അവസ്ഥയിലേക്ക് പോകും. അതുകൊണ്ട് ദൈവാധീനം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വർദ്ധിപ്പിച്ചേ പറ്റും. അതാണ് നമ്മുടെ 6ാമത്തെ നക്ഷത്രം. ദൈവാധീന താര നക്ഷത്രമാണ് 6ാമത്തെ നക്ഷത്രം. ഇപ്പോൾ പൂയ നക്ഷത്രം എടുക്കുകയാണെങ്കിൽ അത്തം നക്ഷത്രം വരും ദൈവാധീന താര. അപ്പോൾ അത്തം നക്ഷത്രത്തെ നമ്മൾ ആക്ടിവേറ്റ് ചെയ്ത് കൊണ്ടാൽ നമുക്ക് ദൈവാധീനം നന്നായിട്ട് വരും. അതിൻ്റെ സിമ്പിൾസ് ഉണ്ട്. ഇപ്പം പൂയ നക്ഷത്രത്തിൽ പെടുകയാണെങ്കിൽ അത്തം നക്ഷത്രത്തിൻ്റെ സിമ്പിൾസാണ് ഹസ്തം, കൈ. അപ്പോൾ ആ കൈ നമ്മുടെ സിമ്പിൾസായിട്ട് കൈ ഉപയോഗിക്കുക. നമ്മുടെ വീട്ടിൽ അതിൻ്റെ ഒരു കൈയുടെ ഒരു പടം, ഇപ്പോൾ തൊഴുന്ന ഒരു പടം, ഇതൊക്കെ നമ്മൾ നിത്യവും കാണുകയും ഒക്കെ ചെയ്യുമ്പോഴേക്കും അത് സ്വാഭാവികമായിട്ടും ആക്ടിവേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഓരോ നക്ഷത്രക്കാർക്കും ഓരോരോ സിമ്പിൾസ്, ചിഹ്നങ്ങളുണ്ട്. ആ ചിഹ്നങ്ങളെ നമ്മൾ മനസ്സിലാക്കിയിട്ട് അത് നമ്മൾ യൂസ് ചെയ്താൽ സ്വാഭാവികമായ രീതിയിലും ആ ദൈവാധീനം നമ്മളെ കറക്റ്റ് റൂട്ടിലോട്ട് എത്തിക്കാനായിട്ട് പറ്റും. ഇപ്പം എൻ്റെ റിസർച്ച് സെൻറ്ററിൻ്റെ പേരാണ് അത്തം അസ്ട്രോ റിസർച്ച് സെൻറ്റർ എന്നാണ്. എൻ്റെ അത്തം അസ്ട്രോ റിസർച്ച് സെൻ്ററാണ് എൻ്റെ സ്ഥാപനത്തിൻ്റെ പേര്. അപ്പോൾ എൻ്റെ നക്ഷത്രത്തിൻ്റെ ദൈവാധീന താര നക്ഷത്രമായ അത്തത്തെ ഞാൻ ആക്ടിവേറ്റ് ചെയ്തപ്പോൾ എനിക്ക് ഒരുപാട് പ്രയോജനങ്ങളുണ്ടായി. എനിക്കൊരുപാട് എൻ്റെ കർമ്മമേഖല എനിക്ക് ഒരുപാട് ഉയരാൻ പറ്റി. ധനപരമായിട്ടും വിദേശത്തുള്ള ഒരുപാട് ആളുകൾ എന്നെ വിളിക്കാറുണ്ട്. അവരുടെ കർമ്മകാര്യങ്ങൾക്ക് കൃത്യമായിട്ട് എനിക്ക് പരിഹാരം നിർദ്ദേശിച്ചു കൊടുക്കാനും ഒക്കെ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അത് ഭൂമി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, വിവാഹ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, വിദ്യാഭ്യാസ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ. ചില ആൾക്കാർക്കൊക്കെ ഈ ഭയങ്കരമായിട്ട് മാനസികമായിട്ട് ഭയങ്കര സ്ട്രെസ്സും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും. അതൊരാളുടെ ജാതകം നോക്കുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാകും. എൻ്റെ അടുക്കൽ നോക്കാൻ വരുന്ന ആളുകളോട് ഒരു കാര്യം എന്നോട് പറയരുത്. അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് സമയവും കൃത്യമായിട്ട് എന്നോട് തരിക. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുക. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ് തീർന്നതിന് ശേഷം ഞാൻ നിങ്ങളോട് ചോദിക്കും, ഇത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവവേദ്യമായിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിക്കും.
ഇല്ല എന്ന് നിങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ നിങ്ങളുടെ കാര്യം നോക്കില്ല. മനസ്സിലായോ? കാരണം ഞാൻ അത്രയധികം കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഞാനൊരു കാര്യം കൃത്യമായിട്ട് പറയുന്നത്. ഇന്നേ വരെ എൻ്റെ അച്ഛൻ്റെ അനുഗ്രഹവും എൻ്റെ വെല്ലിച്ചൻ്റെയും എൻ്റെ പൂർവികരുടെയും ഞാൻ ഉപാസിക്കുന്ന ഭദ്രകാളിയുടെയും നാരായണൻ്റെയും സുബ്രഹ്മണ്യ സ്വാമിയുടെയും അനുഗ്രഹം കൊണ്ട് ഇന്നുവരെ ഒരു മിസ്റ്റേക്ക് വരാനായിട്ട് ഒരു സാഹചര്യം ദൈവാധീനം കൊണ്ടുവരെ സാധിക്കും. അങ്ങനെ ഒരു കോൺഫിഡൻറ്റ് എനിക്കുണ്ട്. കാരണം നമ്മുടെ പാരമ്പര്യ ഒരു അനുഗ്രഹം തന്നെയാണ് ആ കാര്യങ്ങളെന്ന് പറയുന്നത്. ആറാമത്തെ ഗ്രഹം, ആറാമത്തെ നക്ഷത്രം ദൈവാധീന താരാ നക്ഷത്രമാണ്. ഇപ്പം നമ്മൾ വൈനാശ്യത്തിൻ്റെ പറഞ്ഞത് 22-ാം നക്ഷത്രം, അത് ഈ പറയുന്ന ദോഷം ചെയ്യുന്ന നക്ഷത്രമാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ രോഹിണി നക്ഷത്രം. രോഹിണി നക്ഷത്രം ആരുടെ നക്ഷത്രമാണ്? ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ നക്ഷത്രമാണ് രോഹിണി നക്ഷത്രം. പൂരിട്ടായ നക്ഷത്രം വൈനാശി നക്ഷത്രമായിട്ട് വരും. പൂരിട്ടായ നക്ഷത്രമാണ് കർണൻ്റെ നക്ഷത്രം. കർണൻ്റെ നക്ഷത്രമാണ് പൂരിട്ടാതി നക്ഷത്രം. അപ്പോൾ കർണനോട് ഭഗവാന് വളരെയേറെ സ്നേഹം ഉണ്ടായിരുന്നു അല്ലേ? പക്ഷേ കർണൻ്റെ നാശത്തിന് ആരാണ് ഉപദേശം കൊടുക്കുകയും കാരണം ഒരുക്കുകയും ചെയ്തത്? ഭഗവാനാണ്, കൃഷ്ണനാണ്. അതാണ് വൈനാശി എന്ന് പറയുന്നത്. കണക്ട് നാശത്തിന് കാരണമായത് കണ്ടോ? അതാ ഇന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ അച്ഛനായിരിക്കും, അമ്മയായിരിക്കും, ഇവരെല്ലാം നമുക്ക് സ്നേഹമുള്ളവരായിരിക്കും. പക്ഷെ അവർ പോലും അറിയാതെ നമ്മുടെ നാശത്തിന് കാരണമായി തീരും എന്ന് പറയുന്നത് പോലെ നമ്മളുടെ ആറാമത്തെ ഗ്രഹം, നക്ഷത്രം, ഗ്രഹമല്ല നക്ഷത്രം, നമുക്ക് ദൈവാധീന താര നക്ഷത്ര. ആ നക്ഷത്രത്തെ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഏതിനും നമുക്ക് നിവൃത്തി ഉണ്ടാവും. അതാണ് ദൈവാധീനം. ദൈവാധീനം ജഗത് സർവം വിദ്യാധനം സർവധനാൽ പ്രധാനം എന്നാണ്. അപ്പം ദൈവാധീനമാണ് ഏറ്റവും പ്രധാനം. ആ കാര്യത്തെ നമ്മൾ ആക്ടിവേറ്റ് ചെയ്താൽ ഉറപ്പായിട്ടും നമുക്ക് വിജയമുണ്ടാകും. നമ്മുടെ ജാതകം കൃത്യമായിട്ട് പരിശോധിച്ചുകൊണ്ട് മുജ്ജന്മത്തിൽ ചെയ്ത കർമ്മകൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി ഈ ജന്മത്തിൽ അതിന് പരിഹരിക്കാനുള്ള ക്ഷേത്രങ്ങളുണ്ട്, ദാനധർമ്മങ്ങളുണ്ട്, നമ്മൾ തന്നെ ചെയ്യേണ്ട കുറച്ച് കർമ്മങ്ങളുണ്ട്. ആ കർമ്മകാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ചെയ്തു കൊണ്ടാൽ ഉറപ്പായിട്ടും നമ്മുടെ പ്രശ്നത്തിൽ നിന്നും പ്രയാസത്തിൽ നിന്നും നമുക്ക് 100% മുക്തി നൽകാനായിട്ട് സാധിക്കും. ഇതുപോലെ തന്നെയാണ് ഭൂമി സംബന്ധമായ ഇഷ്യൂസ്, വിവാഹ സംബന്ധമായ അതെ, ഭൂമി സംബന്ധമുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ജാതകത്തിൽ 4 എന്ന് പറയുന്ന സ്ഥാനം കൊണ്ടും ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹത്തെ കൊണ്ടുമാണ് ഭൂമി പ്രശ്നത്തെ നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ ചൊവ്വ എന്ന് പറയുന്ന ഒരു ഗ്രഹത്തിൽ അല്ലെ ഒരു ജാതകത്തിൽ ശാപമായിട്ടുണ്ടെങ്കിൽ അവർക്ക് ഭൂമി പ്രശ്നം ഉണ്ടാവും. 4-ാം ഭാവം വീടാണ്. ആ വീട് പിഴച്ചു പോയാൽ അവർക്ക് വീടുണ്ടാവില്ല. എന്ന് ആ ശാപദോഷത്തിന് അവർ നിവർത്തി ചെയ്യുന്നോ പരിഹരിക്കുന്നോ അന്ന് അവർക്ക് വീടുണ്ടാവും. ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹം കല്യാണത്തിന് തടസ്സം ചെയ്യുന്ന ഗ്രഹമാണ്. ആ ചൊവ്വയുടെ ഗ്രഹ ഊർജ്ജത്തിന് പരിഹാരം ചെയ്താൽ അതിന് ഋഷീശ്വരന്മാർ പറഞ്ഞിരിക്കുന്ന കോവിലുണ്ട്. ആ കോവിലിൽ പോയിട്ട് കൃത്യമായിട്ട് നമ്മളതിന് പരിഹാരം ചെയ്താൽ ചൊവ്വയുടെ ഊർജ്ജത്തെ ക്ലെൻസ് ചെയ്താൽ ഉറപ്പായിട്ട് നമുക്ക് കല്യാണം നടക്കും. 5-ാം ഭാവം കൊണ്ടാണ് കുട്ടികളെ ചിന്തിക്കുന്നത്, സന്തതികളെ ചിന്തിക്കണ്ടേ. അതുപോലെ തന്നെ ഈ 5-ാം ഭാവം പിഴച്ചാൽ കുട്ടികൾ മെൻ്റലി പ്രശ്നങ്ങൾ വരും, ബുദ്ധി പ്രശ്നം വരും. ബുധൻ എന്ന് പറയുന്ന ഗ്രഹം 5-ാം ഭാവം, ഇത് രണ്ടുമാണ് ബുദ്ധി വിദ്യയുടെ സ്ഥാനങ്ങൾ. ബുധൻ പിഴച്ചാൽ വിദ്യ പോകും, 5-ാം ഭാവം പിഴച്ചാൽ ബുദ്ധി പ്രശ്നം വരും. ജനിക്കുന്ന കുട്ടികൾക്കൊക്കെയും ചെറിയ പഠിക്കുന്ന കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ട് വരാം. അതുപോലെ തന്നെ ചൊവ്വായും കേതുവും തിരുവോണം നക്ഷത്രത്തിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ഓട്ടിസം. ചൊവ്വായും കേതുവും തിരുവോണം നക്ഷത്രത്തിൽ നിന്നാൽ ഓട്ടിസം ചിന്തിക്കുന്ന ജാതകത്തിലെ ഒരു ഘടകമാണ്. ഓട്ടിസം കൃത്യമായ രീതി വന്നില്ലെങ്കിൽ പോലും ആ ഒരു മെൻ്റൽ പ്രോബ്ലംസ് അവർക്കുണ്ടാകും. സ്ട്രെസ് നിറഞ്ഞ ജീവിതമായിരിക്കും അവരുടെ. പിന്നെ മാനസിക പ്രശ്നങ്ങൾ. ചന്ദ്രനാണ് മനസ്സിൻ്റെ കാരകൻ. ചന്ദ്രനോടുകൂടി രാഹു അണഞ്ഞാലോ കേതു അണഞ്ഞാലോ ബുധൻ അണഞ്ഞാലോ മാനസിക പ്രശ്നം. അതിനെന്താണ് പരിഹാരം സാധിക്കുക? അതിൻ്റെ കോവിലുകളുണ്ട്, ക്ലെൻസ് ചെയ്യാനുള്ള കോവിലുകളുണ്ട്. ശനി അണഞ്ഞാലും ദോഷമാണ്. ആ കോവിലിൽ പോയിട്ട് ആ ഊർജ്ജത്തെ നമ്മൾ ക്ലെൻസ് ചെയ്ത് കൊണ്ടാൽ ഉറപ്പായിട്ടും ആ പ്രശ്നത്തിൽ നിന്ന് നമുക്ക് റിലീസ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഇതാണ് കാര്യം, ദാനധർമ്മങ്ങൾ ചെയ്യുക. അതിന് നമ്മൾ എന്ത് ദാനം ചെയ്യണം എന്നുള്ളത് ഒരാളുടെ ജാതകം നോക്കുമ്പോൾ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് നിങ്ങൾ ഇന്നതാണ് ചെയ്യേണ്ടത്,
അത് നമ്മൾ ആക്ടിവേറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ, അതിനെ കൃത്യമായ രീതിയിൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നാൽ പതുക്കെ 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 നമ്മൾ ആ കർമ്മയിൽ നിന്ന് നമ്മൾ റിലീസ് ചെയ്യപ്പെടും. ഉറപ്പായിട്ടും ഒരുപാട് പേർക്ക്, ഇപ്പം കോട്ടയത്തു നിന്നുള്ള, ഞാൻ ആരാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, അവർ ഈ റിയൽ എസ്റ്റേറ്റ് മേഖലയിലുള്ള പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. അവർ കുറച്ച് ഭൂമി അവർ വാങ്ങിച്ചെടുത്ത് ഇട്ടേക്കാണ്. അവരുടെ ചില ബന്ധുക്കൾ തന്നെ നിർബന്ധിച്ചിട്ടാണ് ഈ മേഖലയിലോട്ട്, പുറത്തായിരുന്നു, ഗൾഫിലായിരുന്നു, ഇതിലേക്ക് പെടുത്തിയതാണ്. പക്ഷേ ഈ വ്യക്തിയുടെ ജാതകത്തിൽ ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹം ശാപമായിട്ട് നിൽക്കുക. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ പോയി പെടണമെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ മുജ്ജന്മ കർമ്മയാണ്. ഭൂമി പ്രശ്നം അനുഭവിക്കണം എന്നുള്ളത് കർമ്മയാണ്, വിൽക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു വളരെ ആരുടെ കയ്യിൽ നിന്ന് നമ്പർ കിട്ടിയിട്ടാണ് എന്നെ വിളിക്കുന്നത്, പൂർവ്വജന്മ ആസ്ട്രോളജി പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് സമയം അത് ഫോണിലൂടെയാണ്, നമ്മൾ ഓൺലൈനിലാണ് ഇപ്പം കൺസൾട്ട് ചെയ്യുന്നത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം പരിശോധിച്ചപ്പോൾ തന്നെ ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹം അദ്ദേഹത്തിന് ശാപമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ തന്നെ ഞാൻ അവരോട് ചോദിച്ചു, ഈ ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹം ശാപമായിട്ട് വരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന ഇന്ന കർമ്മങ്ങൾ നിങ്ങൾ അനുഭവിക്കാൻ യോഗ്യതയാണ്, ശരിയോ തെറ്റോ, യെസ് ഓർ നോ? യെസ്. എന്താ കാര്യം? അപ്പോൾ അവർ പറഞ്ഞു, ഇന്ന മുടക്ക് ഞങ്ങളൊരു റിയൽ എസ്റ്റേറ്റിലാണ് ഞാൻ പ്രവർത്തിക്കുന്നത്, ഇന്നൊരു ഭൂമി സംബന്ധം മേടിച്ചിട്ട് 3 വർഷമായി ഇതുവരെ ആ ഭൂമി അവിടെ കിടക്കുകയാണ്, വിൽക്കാൻ സാധിച്ചിട്ടില്ല. മനസ്സിലായോ? അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തു, നിങ്ങൾ ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹമാണ് കുഴപ്പമായിട്ട് നിൽക്കുന്നത്, ഉജ്ജന്മ കർമ്മയിൽ നിങ്ങൾ ചൊവ്വയ്ക്ക് ദോഷം ഭവിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ, ചൊവ്വ സഹോദരനാണ് ചൊവ്വ. ബ്ലഡ് റിലേഷൻഷിപ്പിനെയും ബ്ലഡിനെയും ചിന്തിക്കേണ്ട ഗ്രഹമാണ് ചൊവ്വ. അപ്പോൾ ഞാൻ ചോദിച്ചു അവരോട്, നിങ്ങൾക്ക് ബ്ലഡ് സംബന്ധമുള്ള ഇഷ്യൂസ് ഉണ്ടോ? ഉണ്ട്. അവർക്ക് ബ്ലഡിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറവാണ്, ബ്ലഡ് സംബന്ധമുള്ള പ്രശ്നങ്ങൾ. 2 ബ്ലഡ് റിലേറ്റീവ് സംബന്ധമുള്ള പ്രശ്നങ്ങൾ അതിനകത്ത് വരും. അപ്പോൾ നമ്മുടെ സഹോദര പ്രശ്നങ്ങൾ, സഹോദരരുമായിട്ടുള്ള ഇഷ്യൂസുകളുണ്ടോ? ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്, അത്ര സുഖമല്ല എന്ന് പറഞ്ഞു. 3 ഭൂമികാരകനാണ് ചൊവ്വ. ഭ്രാതൃഭൂമികാരകോ കുജ, ഭ്രാതാവിൻ്റെയും ഭൂമിയുടെയും കാരകനാണ് ചൊവ്വ. മനസ്സിലായോ? അപ്പോൾ ആ മുജ്ജന്മ കർമ്മയിൽ എന്താ ഇദ്ദേഹം ചെയ്തിരിക്കുന്നത്? സഹോദരൻ്റെ ഭൂമി കള്ളത്തരത്തിലൂടെ അപഹരിച്ചിട്ടാണ് ഇദ്ദേഹം ഇന്നിവിടെ വന്നത്. അതുകൊണ്ട് എന്ത് പറ്റി? ഈ സമയത്ത് ബ്ലഡ് റിലേറ്റീവ്, അതായത് സഹോദര ബന്ധത്തിലുള്ള വ്യക്തികൾ പറഞ്ഞാണ് ഇദ്ദേഹത്തെ ഭൂമി മേഖലയിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ സഹോദര ബന്ധത്തിനുള്ള പരിഹാരം ഇവിടെ സഹോദരർ തന്നെ പരിഹരിച്ചില്ലേ? മുജ്ജന്മത്തിൽ സഹോദരനെ പറ്റിച്ച ദോഷമുള്ളപ്പോൾ ഈ ജന്മത്തിൽ സഹോദര സ്ഥാനത്തുള്ള ആൾക്കാർ അതിലേക്ക് പെടുത്തി വിട്ടു. മനസ്സിലായോ? അതാണ് ചൊവ്വ ദോഷമെന്ന് പറയുന്നത്. ആ ചൊവ്വ എന്ന് പറയുന്ന ഊർജ്ജത്തെ പരിഹരിക്കുന്നതിന് വേണ്ടി ഞാൻ ക്ഷേത്രത്തിൽ അദ്ദേഹത്തിന് സജസ്റ്റ് ചെയ്തു, നിങ്ങൾ ഈ ക്ഷേത്രത്തിൽ പോയിട്ട് ചൊവ്വാഴ്ച ദിവസം ചൊവ്വയുടെ ഹോരയിൽ വേണം നിങ്ങൾ ആ ക്ഷേത്രത്തിൽ കയറാൻ. ഓരോ ദിവസവും ഓരോരോ ഗ്രഹങ്ങൾക്ക് ഇത്ര സമയം വീതം കൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഓരോ ഗ്രഹത്തിൻ്റെ ഊർജ്ജമല്ല ഹോരയെന്ന് പറയും. ഇപ്പം ഞായറാഴ്ച ആണെങ്കിൽ ആദ്യമേ തുടങ്ങുന്നത് സൂര്യൻ്റെ ഹോരയായി, പിന്നെ ക്രമത്തിൽ മാറി വരും. അത് നമ്മൾ കറക്റ്റ് ചെയ്ത് പറയണം, ഇന്ന സമയത്ത് പറഞ്ഞു കൊടുക്കും. ആ സമയത്ത് നിങ്ങൾ ആ ക്ഷേത്രത്തിൽ കയറണം, ഇന്ന വഴിപാടുകൾ കഴിക്കണം. ഭൂമി സംബന്ധം പരിഹരിക്കുന്ന ഒരു ക്ഷേത്രമുണ്ട്, ആ ക്ഷേത്രത്തിൽ നിങ്ങൾ പോകണം. ഈ 2 ക്ഷേത്രമേ ഈ പ്രശ്നത്തിന് വേണ്ടി ഞാൻ അവർക്ക് സജസ്റ്റ് ചെയ്തുള്ളൂ. അദ്ദേഹം അവിടെ പോയി. 3-ാമത്തെ ആഴ്ച ഈ ഭൂമിക്ക് മൊത്തം വിറ്റുപോയില്ല, അതിൻ്റെ പകുതിയോളം കാര്യത്തിന് തീരുമാനമായി. ഇതുപോലെ തന്നെ വിവാഹ പ്രശ്നങ്ങളുണ്ട്, മാനസിക പ്രശ്നങ്ങളുണ്ട്. ഇപ്പം മാനസിക പ്രശ്നങ്ങൾ മാറുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലുള്ള ഒരു ക്ഷേത്രമാണ് ചോറ്റാനിക്കര ക്ഷേത്രം. ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച ദിവസം ആ ക്ഷേത്രത്തിൽ പോയി അന്നത്തെ രാത്രിയിലെ ഗുരുതി പൂജ കണ്ടു തുടങ്ങി. അതുകൊണ്ട് 9:30 മണിക്കാണ് അവിടുത്തെ ഗുരുതി പൂജ സ്റ്റാർട്ടാകുന്നത്. ആ ഗുരുതി പൂജ കണ്ടു തൊഴുത് പിറ്റേ ദിവസം രാവിലെ ലക്ഷ്മി അലങ്കാരം കണ്ട് മടങ്ങണം. അപ്പോൾ അന്ന് അവിടെ സ്റ്റേ ചെയ്യേണ്ടതായിട്ട് വരും, അതിൻ്റെ അടുത്തുള്ള ലോഡ്ജിൽ എവിടെയെങ്കിലും താമസിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ താമസിച്ച് പിറ്റേ ദിവസം രാവിലെ അവിടുത്തെ ലക്ഷ്മി അലങ്കാരം കണ്ട്, അത് രാവിലെ ഏതാണ്ട് 8 മണിയോളമൊക്കെ ആവും. ആ സമയം ദർശനം നടത്തി അർച്ചനയും നടത്തി തിരിച്ചു വന്നാൽ ഉറപ്പായിട്ടും മാനസികമായിട്ട് വിഷമസ്ഥിതി അനുഭവിക്കുന്നവർക്ക്, കുടുംബ പ്രശ്നത്തിൽ മനസ്സ് പ്രയാസപ്പെട്ടവരാകാം, അല്ലേ ഏത് മേഖലയിലാകാം, അവർക്ക് ഒരു നിവർത്തി ഉണ്ടാവും. അതുപോലെ തന്നെ തിങ്കളാഴ്ച ദിവസം രാവിലെ ചന്ദ്രൻ്റെ ഹോരയിൽ പോകണം. ചന്ദ്രൻ്റെ ഹോരയിൽ തിങ്കളാഴ്ച ദിവസം, അതൊക്കെ നമ്മൾ എപ്പോഴാണ് പോകേണ്ടതെന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും.
ആ സമയത്ത് മനഃപ്രശ്നമുള്ളവർക്കാണ് ഭഗവാന് മഹാദേവന് പാലഭിഷേകം കഴിക്കണം. അതായത് മനസ്സിൻ്റെ കാരകൻ 4-ാം ഭാവം കൊണ്ടാണ് മനസ്സിനെ ചിന്തിക്കേണ്ടത്. അതായത് ചന്ദ്രൻ മനഃക്കാരകനാണ്. അപ്പോൾ കാലചക്രത്തിൻ്റെ 4-ാമത്തെ ഭാവം മേടം, ഇടവം, മിഥുനം, കർക്കിടകം 4-ാമത്തെ സ്ഥാനമാണ്. അപ്പം 4 ലിറ്റർ പാല് തിങ്കളാഴ്ച ചന്ദ്രൻ്റെ ദിവസമാണ് തിങ്കളാഴ്ച. ആ ചന്ദ്രൻ്റെ ദിവസത്തിൽ കാലചക്രത്തിൻ്റെ 4-ാം സ്ഥാനമായ ചന്ദ്രൻ്റെ ഊർജം 4-ൽ പെടുന്നുണ്ട്. അപ്പോൾ 4 ലിറ്റർ പാല് ചന്ദ്രൻ, 4 ലിറ്റർ പാല് മഹാദേവൻ അഭിഷേകം ചെയ്ത് കണ്ണെടുക്കാതെ നോക്കിക്കണം. 4 ലിറ്റർ പാലും ഭഗവാനെ അഭിഷേകം നോക്കിക്കണം. കൃത്യമായിട്ട് നോക്കി എന്ന് കഴിഞ്ഞാൽ 4-ാമത്തെ ആഴ്ച ഈ മനഃപ്രശ്നം റിലീസാണ്. 4-ാമത്തെ ആഴ്ച 4 ആഴ്ച ചെയ്യണം. 4-ാമത്തെ ആഴ്ച ഈ മനസ്സിന് പ്രശ്നമുള്ളവർ 4 ആഴ്ച ചെയ്യണം. 4-ാമത്തെ ആഴ്ച ഇത് ചെയ്യുമ്പോഴേക്കും ഈ മനസ്സിലുണ്ടാകുന്ന ഈ പ്രശ്നത്തിന് സൊല്യൂഷൻ കിട്ടിയിരിക്കും, ഉറപ്പ്.